1 പത്രോസ് 1 Peter 1:18-19. വ്യർത്ഥവും പാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നിങ്ങൾ അറിയുന്നുവല്ലോ. എത്ര പേർക്ക് അറിയാം? പ്രൈസ് ദി ലോർഡ്. അറിയുന്നവർക്ക് ദൈവം അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മളിവിടെ വായിച്ചത് നമ്മളുടെ നടപ്പ് എങ്ങനെയായിരുന്നു. ഇവിടെ പറയുന്നത് വ്യർത്ഥവും പിതൃപാരമ്പര്യവും. നമ്മളിവിടെ വരും മുമ്പ് നമ്മൾ ആ നടപ്പിലായിരുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ ആ നടപ്പിൽ നിന്ന് നമ്മളെ ദൈവം മാറ്റിയിരിക്കുകയാണ്, പൂർണ്ണമായും മാറ്റിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയായ നമ്മളെ ദൈവം ഈ ലോകസ്ഥാപനത്തിന് മുമ്പേ, നമ്മളെ സൃഷ്ടിക്കും മുമ്പേ തന്നെ ദൈവം നമ്മളെ പറ്റിയുള്ള പല പദ്ധതികളും ഉണ്ടായിരുന്നു. അതനുസരിച്ചാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചത്. പക്ഷേ നമ്മളെല്ലാവരും നമ്മുടെ പാതയിലായിരുന്നു. പക്ഷേ ദൈവം നമ്മളെ തൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, വന്നിട്ടുള്ള എല്ലാവരും തൊട്ട് അനുഗ്രഹിക്കണമേ. കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. ഞങ്ങളോട് സംസാരിക്കണമേ, വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് നല്ലവൻ, വലിയവൻ, പരിശുദ്ധൻ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. സ്തോത്രം. അപ്പോൾ ഇവിടെ പത്രോസാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? വ്യർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് അറിയുന്നില്ലയോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഏറ്റവും വിലപിടിച്ച ആ വസ്തുവെ കൊണ്ടാണ് കർത്താവ് നമ്മളെ വിലയ്ക്ക് വന്നത്. മറ്റുള്ള എല്ലാം അഴിഞ്ഞു പോകുന്നതാണ്. ഇത് ആ നിർദോഷവും നിഷ്കളങ്കവുമായ ആ പുണ്യ രക്തത്തിലാണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. അതിന് വില കൊടുത്ത് ഇനി അത് തിരിച്ചു വാങ്ങാൻ ആർക്കും സാധിക്കില്ല. ഇതിനൊരാൾക്കും സാധിക്കില്ല. പഴയ നിയമത്തിൽ നമ്മൾ പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. ജനങ്ങളെ വിൽക്കുകയും മേടിക്കുകയും പൊന്ന്, വെള്ളി ഇതെല്ലാം കൊടുത്തിട്ടൊക്കെ പല അടിമകളാക്കി ജനങ്ങളെ വാങ്ങിച്ചിരുന്നു. പക്ഷേ അതിലും വില കൂടിയ പുണ്യാഹ രക്തത്താൽ, നിഷ്കളങ്കവും നിർദോഷവുമായ ആ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു. കർത്താവ് ലോകസ്ഥാപനത്തിന് മുമ്പേ ഇത് തീരുമാനിച്ചതാണ്. നമ്മൾ യാദൃശികമായിട്ട് ഇവിടെ വന്നു എന്നല്ല. കർത്താവിൻ്റെ ഒരു പദ്ധതിയാണ് കർത്താവ് നമ്മളിവിടെ കൊണ്ടുവരാനുള്ള കാരണം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആ പിതൃപാരമ്പര്യത്തെ പറ്റി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും പിതൃപാരമ്പര്യം നമ്മൾക്ക് ഏതാണ്ടൊക്കെ ഒരുവിധം അറിയാം. ഹല്ലേലൂയ. എൻ്റെ പിതൃപാരമ്പര്യം എന്താണെന്ന് വെച്ചാൽ എന്നും കള്ളുകുടിയാണ്. ഞങ്ങളുടെ വീടുകളിലും ഞങ്ങളുടെ പാരമ്പര്യം മുഴുവനും. അതില്ലാണ്ടൊരു കൂടിക്കാഴ്ചയില്ല. അവിടെ കാണുന്നിടത്തൊക്കെ ഈ മദ്യമാണ് അവിടെ എപ്പോഴും. അതിൽ നിന്നുള്ള പാരമ്പര്യത്തിൽ നിന്ന് നശിച്ചു പോയ ഒരു പാരമ്പര്യമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പം നമ്മൾക്കിവിടെ എഴുതിയിരിക്കുന്ന പത്രോസിൻ്റെ പാരമ്പര്യം എന്തായിരുന്നു? മീൻപിടുത്തമായിരുന്നു, അല്ലേ? ഒരു മീൻപിടുത്തക്കാരനായ പത്രോസാണ് ഇവിടെ പറയുന്നത് പിതൃപാരമ്പര്യത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി. അപ്പോൾ പത്രോസ് ആരായിരുന്നു? ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. കർത്താവ് ഒരു പ്രവചനം കൊടുത്തു. എന്താണ് ആ പ്രവചനം? നീ മനുഷ്യരെ പിടിക്കുന്നവനാവും. ഹല്ലേലൂയ. ഇത് പത്രോസിന് അറിയണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ പത്രോസ് വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ആ വഞ്ചി ഒന്ന് അങ്ങോട്ട് നീക്കുക, അതിൽ കയറിയിരുന്ന് സുവിശേഷം അറിയിക്കുകയായിരുന്നു. കാരണം
തിക്കും തിരക്കും കൊണ്ട് ജനങ്ങളെല്ലാം കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി അവിടെ വഞ്ചിയിലിരുന്ന് സുവിശേഷം പറയുകയായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ കഴിഞ്ഞതിന് ശേഷം പത്രോസിനോട് പറഞ്ഞു, ഈ വല അങ്ങോട്ട് നീക്കി ഇറക്കുവാൻ പറഞ്ഞു. അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, രാത്രി മുഴുവനും ഞാൻ അധ്വാനിച്ചു, ഒന്നും കിട്ടില്ല. എന്നിരുന്നാലും അങ്ങയുടെ വാക്കിന് ഞാൻ വല ഇറക്കാം. ആമേൻ. കർത്താവിൻ്റെ വാക്കിന് വില കൊടുത്തു. സ്തോത്രം. അതാണ് വഴിത്തിരിവ്. മാത്രമല്ല, കർത്താവിൻ്റെ ആ വാക്ക് വിശ്വസിച്ചുകൊണ്ട് വലയിറക്കിയപ്പോൾ വിചാരിക്കാത്ത അത്ഭുതമാണ് അവിടെ നടന്നത്. അവർ ജീവിതത്തിൽ കാണാത്തൊരു അത്ഭുതം കണ്ടു. കൂടെയുള്ളവരൊക്കെ ഓടി വന്നു. അവർ ഭയപ്പെട്ടു. കർത്താവേ, ഞാൻ പാപിയാണ്, അങ്ങ് പോകണം. ഇല്ല, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ഹല്ലേലൂയ. സ്തോത്രം. ആ ഒരു പ്രവചനം അവിടെ കിടക്കുന്നു. അതിനുശേഷം കർത്താവ് മരിച്ചു. അതിനുശേഷം ഇവരെല്ലാം ആ പാരമ്പര്യത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. വലയും വഞ്ചിയും എല്ലാം എടുത്തുകൊണ്ട് അവരുടെ പാരമ്പര്യത്തിലേക്ക് തിരിച്ചുപോയി, അല്ലേ? പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരിലേക്ക് വന്നപ്പോൾ അവർ പൂർണ്ണമായും അതിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ. സ്തോത്രം. അവരുടെ പാരമ്പര്യത്തിൽ നിന്ന് ദൈവം വിചാരിച്ച ആ ഉദ്ദേശത്തിലേക്ക്, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലേക്ക് അവരെ മാറ്റിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളുടെ പിതൃപാരമ്പര്യമെല്ലാം അവിടെ കഴിഞ്ഞു പോകാണ് ഉണ്ടാവുന്നത്. ഹല്ലേലൂയ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞുപോയി, എല്ലാം പുതിയതായിരിക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു വരുന്നതല്ല ദൈവരാജ്യത്തിൽ വരുമ്പോൾ ദൈവം നമ്മളെ കൊണ്ട് സാധിപ്പിക്കുന്നത്. നമ്മൾ ആരാണെന്ന് ദൈവത്തിനറിയാം, നമ്മൾക്കറിയില്ല നമ്മൾ ആരാണെന്ന്. ഹല്ലേലൂയ. ആ ഒരു ശക്തി നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ പൂർണ്ണമായും മാറുകയാണ് അവിടെ ഉണ്ടാവുന്നത്. സ്തോത്രം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം മാറിപ്പോയി, അല്ലേ? നമുക്ക് ഗലാത്യർ ലേഖനം 2:20 വായിക്കാം. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ആമേൻ. ഇപ്പോൾ ജീവിക്കുന്നത് നമ്മളല്ല. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റാണ്ടാവുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്യുന്നതൊന്നും ഇവിടെ സാധിക്കുന്നില്ല. കർത്താവ് നമ്മളിൽ ഇരുന്ന് നമ്മളെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളെ കൊണ്ട് ദൈവം ഉദ്ദേശത്തിലേക്ക് കൊണ്ടുവന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളിൽ ഇപ്പോൾ ഇരിക്കുന്നത് ക്രിസ്തു അത്രേ. ഈ ശരീരം ക്രിസ്തുവിൻ്റെ ആലയമാണ്. ഇത് വില കൊടുത്ത് വാങ്ങിച്ചതാണ്, വിലയേറിയ വില കൊടുത്ത് വാങ്ങിച്ചതാണ്. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നമ്മൾ. നമ്മളിലുള്ളവൻ ലോകത്തുള്ളവനെങ്കിലും വലിയവനാണ്. ആ ശക്തി നമ്മളിലുണ്ട്. അത് കൊണ്ട് നമ്മൾ പൂർണ്ണമായും മാറുകയാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഹല്ലേലൂയ. പിന്നെ നമ്മളിവിടെ വായിച്ചു 23 വായിക്കാം. നമുക്ക് 1 പത്രോസ് 1:23 നമുക്ക് വായിക്കാം. ഇതെല്ലാം കൊണ്ടുവന്നൊക്കെ നമ്മുടെ അങ്കിള് പറഞ്ഞു. സ്തോത്രം. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ കെട്ടുപോകേണ്ടവരായിരുന്നു. പക്ഷേ നമ്മൾക്ക് ഇവിടെ ജീവനുള്ളതും നിലനിൽക്കുന്നതും കെടാത്തതുമായ വചനത്താൽ നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ. ഹല്ലേലൂയ. അപ്പോൾ ആ ബീജം അല്ലെങ്കിൽ ആ വിത്ത് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായും ആ വിത്ത് നമ്മളിലേക്ക് വളരുമ്പോൾ നമ്മൾ തന്നെ പതുക്കെ നമ്മൾ കർത്താവിലേക്ക് നമ്മൾ വളരുകയാണ് ഇവിടെ. സ്തോത്രം. അപ്പോൾ ആ ചെറിയ ഒരു കർത്താവ് പറഞ്ഞ പോലെ ഒരു കടുകുമണി പോലെയുള്ള ഒരു വിത്ത് നിലത്ത് വീണ് മുളച്ച് അത് വലുതായി അത് വലിയ വൃക്ഷമായി മാറും. അതുപോലെ തന്നെ ഈ വിത്ത്, വചനമെന്ന വിത്ത്, ആരാണ് വചനമെന്ന വിത്ത്? പ്രഭു യേശു നമ്മളിലിരുന്നു കൊണ്ട് നമ്മളറിയാതെ തന്നെ നമ്മൾ വളരുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഓരോ നിമിഷവും ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ വളരുന്നത് പോലെ നമ്മളറിയാതെ തന്നെ വളരുകയാണ്. ഓരോ നിമിഷവും നമ്മൾ വളരുകയാണ്. വളരുക മാത്രമല്ല, നമ്മൾ പൂർണ്ണമായി
യേശുവിൻ്റെ സ്വഭാവത്തിൽ മാറുകയാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഹല്ലേലൂയ. നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു, നമ്മുടെ സംസാരത്തിൽ മാറ്റം വരുന്നു, നമ്മുടെ നടപ്പിൽ മാറ്റം വരുന്നു, നമ്മുടെ പ്രാർത്ഥനയിൽ മാറ്റം വരുന്നു. നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായും വളർന്ന് നമ്മൾ അധികാരത്തിലേക്ക് എത്തുകയാണ്. ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, പാമ്പുകളെയും തേളുകളെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അതിലേക്ക് നമ്മൾ വരുന്നു. നമ്മൾ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ പറയുന്നതിലും കൂടുതൽ നമ്മളെ വേണ്ടി തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി മാറുന്നു. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരോട് പറയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഏതെങ്കിലും രൂപത്തിൽ ജീവിച്ചാൽ മാത്രം പോരാ. നമ്മൾക്കും നമ്മുടെ ഈ വിത്ത് വളരുന്നതോടുകൂടി നമ്മളും പ്രാർത്ഥനയിലും പ്രവൃത്തിയിലും എല്ലാം നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ആ വിത്ത് നമ്മളിൽ വീണ് കഴിഞ്ഞാൽ അതിന് വളവും അതിന് വെള്ളവും വേണം, അല്ലേ? എന്നാലല്ലേ വിത്ത് വളരുള്ളൂ. അതാണ് ഇവിടെ നമുക്ക് 2:1-2 വായിക്കാം. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. ആമേൻ. വചനമെന്ന മായമില്ലാത്ത വചനമെന്ന അത് പാൽ കുടിക്കുവാൻ നമ്മൾ വാഞ്ചിക്കണം. ഇവിടെ നമ്മൾ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, നമ്മൾ വായിക്കണം, അധ്യായം ചെയ്യണം. ബൈബിൾ വായിക്കുന്നതിൽ കൂടെയാണ് നമ്മൾ വളരുന്നത്. ബൈബിൾ വായിക്കാതെ നമ്മൾ വെറുതെ ഞായറാഴ്ച കൂടെ വന്നു പോയാൽ നമ്മൾ വളരുകയില്ല. സ്തോത്രം. നമ്മൾ ബൈബിൾ വായിക്കണം, ധ്യാനിക്കണം. കർത്താവ് എന്താണ് നമ്മളോട് പറയുന്നത് അതുപോലെ നമ്മൾ ജീവിക്കണം, മുന്നോട്ട് നീങ്ങണം. ഇതിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം നമ്മൾ ഈ വചനം മായമില്ലാത്ത ഈ വചനം നമ്മൾ എന്നും എപ്പോഴും നമ്മളത് അതിനായി വാഞ്ചിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ 1 മണിക്കൂർ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് എത്ര മണിക്കൂർ ഇന്ന് വായിച്ചാലും നമുക്ക് മതി വരില്ല. അതാണ് വചനം. ഒരു കുപ്പി വെള്ളം കൊണ്ടുവച്ച് നമ്മൾ വായിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിനെ വായിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തൊക്കെ ഈ അലഞ്ഞു തിരിഞ്ഞ് നമ്മൾ ആവശ്യമില്ലാത്ത സമയമൊക്കെ ഇതിനായി നമ്മൾ ചെലവിടേണ്ട സമയമായി കഴിഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ സമയം അടുത്തിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും കർത്താവിൻ്റെ വരവിനായി നമ്മൾ കാത്തിരിക്കേണ്ട സമയമായി. കർത്താവ് വരും. പലരും പറയാണ്ട് അടുത്ത കൊല്ലം വരും, അല്ലെങ്കിൽ അതിൻ്റെ പിന്നത്തെ കൊല്ലം വരും. ചിലരൊക്കെ പ്രവചിക്കാറൊക്കെ ഉണ്ട്. അതൊന്നുമല്ല. കർത്താവ് എപ്പോൾ വേണമെങ്കിലും വരാം. എന്നും വരുന്നുണ്ട്. സ്വർഗദൂതന്മാരെന്നും വരുന്നുണ്ട്. പക്ഷേ നമ്മൾ അറിയുന്നില്ല. നമ്മളുടെ ജീവിതം കർത്താവിൻ്റെ കയ്യിലാണ്. നമ്മൾക്ക് എത്ര ദിവസം ജീവിക്കണം എന്നുള്ളത് കർത്താവിനെ അറിയുള്ളൂ. നമ്മൾക്ക് ലാസറിൻ്റെയും ധനവാന്റെയും കഥ അറിയാം, ഇല്ലേ? 2 പേരും മരിച്ചു. ധനവാൻ പാതാളത്തിലേക്ക് പോയി. എന്നാൽ ലാസറെ സ്വർഗദൂതന്മാർ എബ്രാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയത്. ഹല്ലേലൂയ. നമ്മളുടെ ജീവൻ എത്ര ദിവസമുണ്ടെന്ന് നമുക്കറിയില്ല. ഏത് നിമിഷവും ആ സമയം ആ സ്വർഗദൂതന്മാർക്ക് വരാം. ഹല്ലേലൂയ. നമ്മളിവിടെ മരിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ അടക്കപ്പെടുന്നു. നമ്മൾ അവിടെയല്ല ഇരിക്കുന്നത്. നമ്മൾ എത്തേണ്ടോർത്ത് അപ്പം തന്നെ എത്തിക്കഴിഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ എത്ര നല്ല ഖബർ ഉണ്ടാക്കിയാലും അത് മനോഹരമാക്കിയാലും അതിലൊന്നും ഒരു പ്രയോജനമില്ല. നമ്മൾക്കധികം സമയമില്ല അവിടെ. നമ്മൾക്ക് പ്രവർത്തിക്കേണ്ട സമയമാണ്, നമ്മൾക്ക് ധ്യാനിക്കേണ്ട സമയമാണ്, നമുക്ക് വളരേണ്ട സമയമാണ്. അതെല്ലാം നമ്മൾ പൂർണ്ണമായി അദ്ദേഹത്തിൻ്റെ വരവ് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏത് നിമിഷവും നമ്മൾക്ക് ഇവിടുന്ന് പോകേണ്ടതായി വന്നാൽ കർത്താവിൽ മരിച്ചവർ ആദ്യം അവിടെ ഉയർക്കേണ്ട സമയത്തിലേക്ക് നമ്മൾക്ക് പോകാം. 2 കള്ളന്മാരെ അപ്പുറം ഇപ്പുറം കർത്താവിൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ടു. അതിലൊരുവൻ പറഞ്ഞു, ഒരുവന് മനസ്സിലായി. അവൻ പറഞ്ഞു, നമ്മൾ ചെയ്ത പാപം കൊണ്ടാണ് നമ്മളിത് അനുഭവിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല, നമുക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി അത് തിരിച്ചറിഞ്ഞു, മാനസാന്തരപ്പെട്ടു. കർത്താവേ, അങ്ങ് രാജ്യത്വത്തിൽ വാഴുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ. അപ്പോൾ കർത്താവ് എന്ത് പറഞ്ഞ്? സത്യമായിട്ട് ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് രാത്രി നീ എൻ്റെ കൂടെ പർദേശയിൽ ഇരിക്കും. ആ വക്കിൽ നിൽക്കുന്നവൻ, ആ നരകത്തിലേക്ക് പോകാനായിട്ട് വക്കിൽ നിൽക്കുന്നവൻ കർത്താവിൻ്റെ കൂടെ പർദേശയിലാണ്. നമ്മളെല്ലാവരും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തേണ്ടോടത്തേക്ക് എത്തിക്കഴിയും. ഹല്ലേലൂയ. ആ സുബീദാരോട് പറഞ്ഞ പോലെ, സെഞ്ചുറിയനോട് പറഞ്ഞതുപോലെ
തെക്ക് നിന്നും വടക്കു നിന്നും കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നൊക്കെ അനേകർ വരും. എബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ആ സ്വർഗീയ സ്ഥലത്തേക്ക്, ആ സ്വർഗരാജ്യത്തിലേക്ക് എത്തിപ്പെടും. ഹല്ലേലൂയ. നമ്മൾ ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മളെ ഈ ലോകത്തിൽ നിന്ന്, ഈ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ രക്തത്താൽ നമ്മളെ വിലക്കി വാങ്ങിയത് എന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? നമ്മൾക്ക് അറിയാമോ? വചനം പറയുന്നു, നമ്മൾക്ക് അറിയാമോ? ഹല്ലേലൂയ. നമ്മൾ പൂർണ്ണമായി നമ്മൾ അതിനായി വിളിച്ചവരാണ്. കർത്താവ് നമ്മൾ ജനിക്കും മുമ്പേ നമ്മളെ അറിയുന്നു. ബൈബിൾ പറയുന്നു, നമ്മൾ ജനിക്കും മുമ്പേ കർത്താവ് നമ്മളെ അറിയുന്നു. നമുക്ക് സങ്കീർത്തനം 139 ചില വചനങ്ങൾ വായിക്കാം. 139, 139, Psalms 139. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 12 തൊട്ട് നമുക്ക് വായിക്കാം. ഇരുട്ടുപോലും നിനക്ക് മറവായിരിക്കയില്ല, രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവർത്തികൾ അത്ഭുതകരമാകുന്നു. അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ഡകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ആമേൻ. ഒന്നുമില്ലാതിരുന്നപ്പോൾ ദൈവം നമ്മളെ കണ്ടു. നമ്മൾക്ക് ഈ സമയത്തിന് ദൈവത്തിന് വേണ്ടി ചെയ്യാനുള്ള പദ്ധതിക്ക് വേണ്ടി നമ്മളെ സൃഷ്ടിച്ച് ഈ സമയത്തിനാക്കിയിരിക്കുകയാണ്. ഇതിൽ മുമ്പുള്ളവരൊക്കെ അവരുടെ വേല ചെയ്ത് അവർ ദൈവത്തിലേക്ക് മടങ്ങിപ്പോയി. സ്തോത്രം. ഇന്ന് നമ്മൾക്ക് എന്ത് ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ അവൻ നമ്മളോട് എന്ത് പറയുന്നു അതനുസരിച്ച് കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കണ്ടു. നമ്മളെ കുടുംബമായി കണ്ടു, സഭയായി കണ്ടു. അങ്ങനെയാണ് നമ്മളെ ഇവിടെ സഭയായി കർത്താവ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പൂർണ്ണമായും കർത്താവിൻ്റെ പദ്ധതിയിലേക്ക് നമ്മൾ വരുവാൻ കർത്താവ് ഇഷ്ടപ്പെടുകയാണ്. ഹല്ലേലൂയ. എബ്രഹാമിനോടും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉൽപ്പത്തി 12 1 തൊട്ട് വായിക്കാം. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ആമേൻ. സ്തോത്രം. എബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ പിതൃപാരമ്പര്യമെല്ലാം ചർച്ചക്കാരെയും വിട്ട് ഞാൻ പറയുന്നിടത്തേക്ക് നീ പുറപ്പെടുക. ഇത് തന്നെയാണ് നമുക്കും ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ചർച്ചക്കാരെയും പിതൃഭവനക്കാരെയും അവരെ വിട്ടുപോകണമെന്നല്ല പറയുന്നത്. അവരിലുള്ള ജഡിക സ്വഭാവങ്ങളൊന്നും നമ്മൾക്കിനി വേണ്ട. ഹല്ലേലൂയ. നമ്മൾ നേരത്തെ വായിച്ചതുപോലെ നമ്മൾ എസെക്കിയേലിൻ്റെ 36 അധ്യായത്തിൽ നമ്മൾ വായിച്ചതുപോലെ നമുക്കൊന്ന് അത് വായിക്കാം. 36 എസെക്കിയേൽ 36 27 വായിക്കാം. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. മതി. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിൽ പുതിയൊരു ഹൃദയം ദൈവം സൃഷ്ടിക്കും. പഴയതെല്ലാം പോയി നിങ്ങൾ എൻ്റെ ജനമായി തീരും. പിന്നെ ദൈവമാണ് നമ്മളെ നടത്തുന്നത്. നമ്മൾ വലിയൊരു ജാതിയായി മാറും.
ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ ഇഷ്ടം എന്താണ് അത് ചെയ്യാനാണ് കർത്താവ് നമ്മളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളുടെ പ്രവൃത്തികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നും എപ്പോഴും ദൈവസന്നിധിയിൽ ദൈവത്തിന് വേണ്ടി നമ്മളെ വിളിച്ച ആ ഹിതം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് നീങ്ങുവാൻ നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 12:1-2 നമ്മൾ വായിക്കുമ്പോൾ അവിടെ എന്താണ് പറയുന്നത്? സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ചു നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്നും തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ആമേൻ. ഹല്ലേലൂയ. എന്നും എപ്പോഴും നമ്മൾക്ക് അത് ചെയ്യേണ്ടതാണ്. ബുദ്ധിയുള്ള ആരാധന നമ്മൾ നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ആരാധനയായി അർപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഏത് സമയത്തും നമ്മൾക്ക് ഏത് സമയത്തും കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്നവരാണ് നമ്മൾ. ഈ ലോകത്തിന് അനുരൂപമാകാതെ പൂർണ്ണതയും ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആ ബീജം എന്നുവെച്ചാൽ ആ വിത്ത് നമ്മളിലേക്ക് വന്നപ്പോൾ നമ്മൾ അനുദിനം നമ്മൾ വളരുകയാണ്. എല്ലാ കാര്യങ്ങളിലും കർത്താവിനെ പോലെ നമ്മൾ രൂപാന്തരപ്പെടുകയാണ്. നമ്മൾ അനുനിമിഷം അനുദിനം നമ്മൾ എപ്പോഴും രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന ഇടങ്ങളിൽ, നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, നമ്മൾ എന്ത് ചെയ്താലും അതല്ലാതും നമ്മൾ പൂർണ്ണമായും ആ തിന്മയെ കളഞ്ഞ് നന്മയോടെ നമ്മൾ മുന്നേറുകയാണ്. ഹല്ലേലൂയ. നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മൾക്കുണ്ട്. നമ്മളൊന്ന് പല സാക്ഷ്യങ്ങളും കേട്ടു ഇല്ലേ? നമ്മളുടെ ഈ ഭരണകൂടത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ ഭരണകൂടത്തിൻ്റെ തലവൻ നമ്മളോട് പറയുകയാണ്, ആൾ എന്നും ബൈബിളിൻ്റെ ഒരു വചനം വായിച്ചിട്ടാണ് അങ്ങോട്ട് മുന്നേറുന്നത്. ഹല്ലേലൂയ. നമ്മളതറിഞ്ഞു. നമ്മുടെ നാട്ടിലായാലും അതുപോലെ തമിഴ്നാട്ടിലായാലും അവിടെയൊക്കെ വരുന്ന മുഖ്യമന്ത്രിമാർ അവരൊക്കെ ദൈവവചനം പറഞ്ഞു തുടങ്ങി. ഹല്ലേലൂയ. ഇതൊരു അതിശയമാണെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. നമ്മളിവിടെ നമ്മളെല്ലാ വെള്ളിയാഴ്ചയും വന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ ലോക രാജാക്കന്മാർക്കും ഈ നേതാക്കന്മാർക്കും നല്ല ഭരണകൂടത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. ഈ ലോകത്തിൻ്റെ സ്ഥിതികൾ മാറാൻ പോവുകയാണ്. അത്ഭുതങ്ങൾ മാറാൻ പോവുകയാണ്. അതിശയങ്ങൾ മാറാൻ പോവുകയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ദൈവം വിചാരിക്കുന്നത് അത് വേറൊരു ലെവലാണ്. ഹല്ലേലൂയ. അപ്പം നമ്മളിൽ ഉള്ളവൻ ലോകത്തുള്ളവനും വലിയവനാണ്. അവൻ നമ്മളിൽ ജനിക്കുമ്പോൾ, അത് നമ്മളിൽ വളരുമ്പോൾ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാവുമ്പോൾ, നമ്മൾ ജഡത്താലോ പുരുഷൻ്റെ ഇഷ്ടത്താലോ രക്തത്താലോ അല്ല, നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ, ആ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന പോലെ അതിൽ ജീവിക്കുമ്പോൾ, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ ഇരിക്കുമ്പോൾ, ആ ശക്തിയാൽ നമ്മുടെ വിരോധമായി വരുന്ന എല്ലാ അന്ധകാരത്തെയും ഈ അധർമ്മങ്ങളെയും നമ്മൾക്ക് നേരിടുവാനുള്ള ദൈവവചനം നമ്മളെ കയ്യിലിരുന്നുകൊണ്ട് സർവായുധ വർഗം ധരിച്ചുകൊണ്ട് നമ്മൾക്ക് അതിനോട് എതിരിടുവാനുള്ള ആ ശക്തി നമ്മളിൽ ഉള്ളപ്പോൾ, നമ്മൾ അതിനായി മുന്നേറുമ്പോൾ നമ്മൾ പൂർണ്ണമായും ജയം നമ്മളുടെ ഭാഗത്താണ്. ഹല്ലേലൂയ. ആ ഒരു ദൈവ സ്വഭാവം നമ്മൾ മറ്റുള്ളവർക്ക് പകരുവാൻ, ആ ആത്മീയ ഫലം നമ്മളിലേക്ക് വളരുമ്പോൾ, അത് പതുക്കെ നമ്മളറിയാതെ തന്നെ നമ്മൾ വായനയിലും പ്രാർത്ഥനയിലും കൂടിക്കാഴ്ചയിലും എല്ലാം നമ്മൾ വരുമ്പോൾ, നമ്മളറിയാതെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആ ഫലം നമ്മളിലേക്ക് വളരുമ്പോൾ, നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് നമ്മൾ പൂർണ്ണമായും അതിനായി തയ്യാറായി വരുന്നതാണ്. സ്തോത്രം. അതിനായി നമ്മൾക്ക് പൂർണ്ണമായി നമ്മളെ തന്നെ ഈ സമയം നമ്മളെ തന്നെ അർപ്പിക്കാം. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ നിന്ന് നമുക്കൊരു സമയം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നല്ല ദൈവമേ, നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അങ്ങ് നല്ലവൻ, അങ്ങ് വലിയവൻ. കർത്താവേ, ഈ സമയത്ത് അങ്ങ് തിരഞ്ഞെടുത്ത, അങ്ങയുടെ രക്തത്താൽ അങ്ങ് വീണ്ടെടുത്ത ജനം
ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും തൊട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പിതൃപാരമ്പര്യത്തിൽ നിന്ന് ഞങ്ങളിലേക്ക് വരുന്ന എല്ലാ ശാപങ്ങളും നീങ്ങിപ്പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ പിതൃപാരമ്പര്യത്തിൽ നിന്ന് വരുന്ന എല്ലാ രോഗങ്ങളും ഞങ്ങൾ ഈ സമയത്ത് ശാസിച്ച് അതിനെ ഞങ്ങളിൽ നിന്ന് മാറ്റിക്കളയുന്നു. കർത്താവേ, പിതൃപാരമ്പര്യത്തിൽ വരുന്ന ഞങ്ങളുടെ സ്വഭാവങ്ങളെ പൂർണ്ണമായി മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സമയത്ത് പിതൃപാരമ്പര്യത്തിൽ നടക്കുന്ന എല്ലാ നടപ്പിനെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സമയത്ത് കർത്താവേ, അങ്ങയുടെ സ്വഭാവം ഞങ്ങളിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിത്ത് ഞങ്ങളിൽ വളരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അനുദിനം കർത്താവേ, ബുദ്ധിയുള്ള ആരാധനയായി ഞങ്ങളുടെ ശരീരങ്ങളെ ഞങ്ങൾ പൂർണ്ണമായി കർത്താവെ യാഗമായി അർപ്പിക്കാൻ കർത്താവെ ഞങ്ങൾ സന്നദ്ധരാക്കാൻ ഞങ്ങളെ പൂർണ്ണമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പൂർണ്ണമായി അങ്ങയുടെ സ്വഭാവത്തിൽ ഞങ്ങളെ രൂപാന്തരപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വന്ന ജനം കർത്താവെ അങ്ങേക്ക് നോക്കി കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അവരുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കല്ല കർത്താവെ ഞങ്ങൾ വിചാരിക്കുന്നതല്ല കർത്താവെ, അങ്ങയിലേക്ക് വന്ന കർത്താവെ ഞങ്ങൾ പുതിയതായി മാറിയിരിക്കുന്നു കർത്താവെ. അങ്ങയുടെ ഹിതം പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവിൻ്റെ വരവ് വരെ ഞങ്ങൾ പൂർണ്ണമായി ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വേദനയിലും വിഷമങ്ങളും രോഗികളുണ്ടെങ്കിൽ കർത്താവെ അവരെ പൂർണ്ണമായി സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബുദ്ധിമുട്ടുകൾ പോകുന്ന എല്ലാവരും അറിയുന്നു കർത്താവെ. ഞങ്ങളുടെ ആഗ്രഹങ്ങളല്ല കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങൾ പലതുണ്ട് കർത്താവെ, അതങ്ങ് അറിയുന്നു കർത്താവെ. പൂർണ്ണമായി നിവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണേ, ബലപ്പെടുത്തണമേ. അങ്ങയുടെ വചനത്തിൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ നടക്കുവാൻ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ ഞങ്ങൾ വെളിച്ചത്തിൽ നടക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് നല്ലവനല്ലോ, അങ്ങ് വലിയവനല്ലോ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.